എല്ലാവർക്കും എഡ്യു ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് മലയാളം മീഡിയക്കാർക്കുള്ള ബയോളജി ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ 9ാം ക്ലാസ്സിൽ വിവിധ തരത്തിലുള്ള അവയവ വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ തുടങ്ങിയ പലതരം അവയവ വ്യവസ്ഥകൾ നമ്മൾ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ അവയവ വ്യവസ്ഥകളും എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നത് എന്ന കാര്യവും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു 10ാം ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടർച്ചയായി പുതിയൊരു അവയവ വ്യവസ്ഥയാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതാണ് നാഡീ വ്യവസ്ഥ. നമ്മൾക്കറിയാം, നമ്മൾക്ക് ചുറ്റുപാടും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പല കാര്യങ്ങളോടും നമ്മുടെ ശരീരം പ്രതികരിക്കുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ അറിയുന്നത്, അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇതിനോട് പ്രതികരിക്കുന്നത്, അതോടൊപ്പം തന്നെ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്കായി നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുതന്നെയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ, അറിയാനും പ്രതികരിക്കാനും. നമുക്ക് ചുറ്റുപാട് പലതരത്തിലുള്ള ജീവികളെ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരു ജീവിയാണ് ഒച്ച് എന്ന് പറഞ്ഞാൽ. ഒച്ചിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഒച്ചിനെ സ്പർശിക്കുകയാണെങ്കിൽ അതിന്റെ ശരീരം പെട്ടെന്ന് അതെന്തെയും ഉള്ളിലോട്ട് വലിക്കും. അപ്പം അങ്ങനെ ഒരു പ്രതികരണം കാണിക്കാനുള്ള കഴിവ് ആ ഒരു ഒച്ചിനുണ്ട്. ഇങ്ങനെ പ്രതികരണത്തിന് കാരണമാകുന്ന പ്രേരണയെയാണ് നമ്മൾ ഉദ്ദീപനം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഉദ്ദീപനമുണ്ട്. ഇപ്പം എന്റെ ശരീരത്തിൽ ഒരാള് സ്പർശിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് നോക്കും, അല്ലെ? അപ്പൊ സ്പർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്പർശനം എന്താണ്? ഒരു ഉദ്ദീപനമാണ്. അതേപോലെ മറ്റൊരു ഉദ്ദീപനമാണ് രുചി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാമ്പഴം കഴിക്കുമ്പോൾ അതിന്റെ ആ ഒരു മധുരം നമുക്ക് അറിയാറുണ്ട്. അപ്പൊ രുചി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഉദ്ദീപനമാണ്. അപ്പം ഉദ്ദീപനം എന്നാൽ എന്ത് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ജീവികളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന പ്രേരണയെയാണ് നമ്മൾ ഉദ്ദീപനം എന്ന് പറയുന്നത്. ഉദ്ദീപനം നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം? രുചി ഒരു ഉദ്ദീപനമാണ്, സ്പർശനം, ഇതെല്ലാം എന്താണ്? ഉദ്ദീപനമാണ്. ഉദ്ദീപനത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ഒരു ഉദ്ദീപന, സ്പർശനം എന്നൊക്കെ പറയുന്ന ഉദ്ദീപനം നമുക്കറിയാം ബാഹ്യമായ ഉദ്ദീപനമാണ്, അല്ലെ? പുറത്തുനിന്ന് വരുന്ന ഉദ്ദീപനമാണ്. അതുകൊണ്ട് നമുക്കതിനെ ബാഹ്യമായ ഉദ്ദീപനം എന്ന് പറയാം, അല്ലെ ബാഹ്യ ഉദ്ദീപനം എന്ന് പറയാം. എന്നാൽ ചില ഉദ്ദീപനം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറെ ഉദ്ദീപനങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയുന്ന ഒരു ഉദ്ദീപനമാണ് വിശപ്പ്. അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് ദാഹം. ഇങ്ങനെയുള്ള ഉദ്ദീപനം ഇത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ ഉദ്ദീപനത്തെ നമ്മൾ പറയുന്ന പേരാണ് ആന്തര ഉദ്ദീപനം. അപ്പം ഉദ്ദീപനത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ബാഹ്യ ഉദ്ദീപനം, രണ്ടാമത്തേതാണ് ആന്തര ഉദ്ദീപനം. നമുക്കറിയാം, ഉദ്ദീപനത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രതികരണം ഉണ്ടാകും, അല്ലെ? പ്രതികരണം ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ഉദ്ദീപനം നമ്മുടെ തലച്ചോറ് വരെ എത്തണം. തലച്ചോറാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ഉദ്ദീപനത്തെ ശരീരത്തിലോട്ട് സ്വീകരിക്കാനായി ആരെങ്കിലുമൊക്കെ വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിൽ കുറെ കോശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത്തരം കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. അപ്പം ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. അപ്പൊ ഗ്രാഹികൾ എന്ത് ചെയ്യും? ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചിട്ട് അവ സന്ദേശങ്ങളാക്കി മാറ്റി എവിടെ എത്തിക്കും? തലച്ചോറിൽ എത്തിക്കും. ഓക്കെ, തലച്ചോറ് എന്ത് ചെയ്യും? ഈ സന്ദേശം അനുസരിച്ച് ആവശ്യമായ നിർദ്ദേശം കോശങ്ങൾക്കോ അല്ലെങ്കിൽ അവയവങ്ങൾക്കോ കൊടുക്കേണ്ടത് വെച്ചാൽ അവയവങ്ങൾക്ക് നൽകും. ഈ അവയവങ്ങൾ പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരം പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നാഡീ വ്യവസ്ഥ. അപ്പം നമ്മൾ ഈ നാഡീ വ്യവസ്ഥയെ കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്
നാഡീവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഭാഗമായ നാഡീകോശത്തെ കുറിച്ചാണ്. ഒരു നാഡീകോശത്തിന് നമ്മൾക്ക് മറ്റെല്ലാ കോശങ്ങളിലും കാണപ്പെടുന്നത് പോലത്തെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ കോശദ്രവ്യം, ഇത്തരം ഭാഗങ്ങളെല്ലാം കോമൺ ആയിട്ട് ഈ ഒരു നാഡീകോശത്തിലും കാണാൻ കഴിയും. ഇനി ഇതിന് മാത്രമായിട്ട് ചില ഭാഗങ്ങളുണ്ട്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നാഡീകോശത്തിന്റെ ഘടന നോക്കാം. ഇതാണ് ഒരു നാഡീകോശം എന്ന് പറയുന്നത്. നാഡീകോശത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ വരച്ചിരിക്കുന്ന കോശശരീരം. കോശശരീരത്തിന് ഏതെല്ലാം പാർട്ടുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതേപോലെ അതിന് ചുറ്റിനുമായിട്ട് നമുക്ക് എന്തും കാണാൻ പറ്റും? കോശദ്രവ്യവും കാണാൻ പറ്റും. ഇനി ബാക്കിയുള്ള പാർട്ടുകൾ, അതാണ് നമ്മുടെ നാഡീകോശത്തിന് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? ഏതെല്ലാം പാർട്ടാണ് നോക്കാം. ആദ്യമാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് കഴിഞ്ഞാൽ എന്താണ്? ഡെൻഡ്രോൺ. ഈ നീളം കൂടിയ തന്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആക്സോണിന്റെ ഏറ്റവും അറ്റഭാഗമാണ് ആക്സോണൈറ്റ്. അതേപോലെ ആക്സോണൈറ്റിന്റെ ടിപ്പ് പോർഷൻ ആണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഒരു നാഡീകോശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, കോശശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളും എന്താണെന്ന് പഠിക്കണം, അവയുടെ ധർമ്മം എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ അടുത്ത് ഈ ഒരു നാഡീകോശത്തിന്റെ അടുത്തൊരു നാഡീകോശത്തിൽ കൂടി വരയ്ക്കാം. കാരണം നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു നാഡീകോശം മാത്രമല്ല ഉള്ളത്. ഒട്ടനവധി നാഡീകോശങ്ങളിലൂടെയാണ് ഈ സന്ദേശങ്ങൾ കൈമാറിയാണ് നമ്മുടെ തലച്ചോറ് വരെ എത്തുന്നത്. അപ്പം നമ്മുടെ ഈ ഡെൻഡ്രൈറ്റിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ, ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാഡീകോശത്തിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഒരു പാർട്ടാണ്, അല്ലെ? അപ്പൊ ഈ ഒരു ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ ഒരു സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിന്റെ ശാഖയാണ്. ഇവരെന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും, അതായത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ പാസ് ചെയ്യണം, അല്ലെ? അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സന്ദേശങ്ങളെ പുതിയ ന്യൂറോണിലേക്ക് സ്വീകരിക്കുന്ന ഭാഗമാണ് ഏത്? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചെറിയ തന്തു, നീളം കുറഞ്ഞ തന്തുവിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ധർമ്മം എന്താണ്? നിങ്ങൾക്ക് ആ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു പിക്ചർ നോക്കി പഠിക്കാം. നമ്മൾ ബൈഹാർട്ട് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മറന്നുപോകും. അതുകൊണ്ട് ആ ഒരു പിക്ചർ നോക്കി പഠിച്ചാൽ നമുക്ക് എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പം ഡെൻഡ്രോണിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ എവിടെ എത്തിക്കുന്നു? കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗമാണ് ഏത്? ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. അപ്പൊ നമ്മൾ രണ്ട് ഭാഗങ്ങൾ പഠിച്ചു. ഡെൻഡ്രൈറ്റ് എന്താന്ന് പഠിച്ചു, ഡെൻഡ്രോൺ എന്താന്ന് പഠിച്ചു. ഇനി അടുത്ത പാർട്ടാണ് ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു നീളം കൂടിയ തന്തുവിനെ, അതായത് കോശ ശരീരത്തിൽ നിന്നും വരുന്ന നീളം കൂടിയ തന്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആക്സോണിന്റെ ധർമ്മം എന്തായിരിക്കും? ആ ഒരു പിക്ചർ നോക്കി പറയാൻ പറ്റുമോ? കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് ഏത്? ആക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? അപ്പം ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നീളം കൂടിയ തന്തുവിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ആക്സോണിന്റെ ധർമ്മം എന്താണ്? കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത പാർട്ട് എന്തായിരിക്കും? ആക്സോൺ കഴിഞ്ഞാൽ ആക്സോണൈറ്റ്, അല്ലെ? ആക്സോണൈറ്റ് നമ്മൾ നേരത്തെ ഡെൻഡ്രൈറ്റ് പഠിച്ച പോലെ തന്നെ. ഡെൻഡ്രൈറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡെൻഡ്രോണിന്റെ ശാഖകളെ നമ്മൾ എന്ത് വിളിച്ചു? ഡെൻഡ്രൈറ്റ് എന്ന് വിളിച്ചു. അപ്പം ആക്സോണൈറ്റ് എന്തായിരിക്കും? ആക്സോണിന്റെ ശാഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്.
ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്തായിരിക്കും? ആവേഗങ്ങളെ ആക്സോണിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. പുറത്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് ഏതാണ്? നമ്മുടെ സിനാപ്റ്റിക് നോബാണ് അല്ലെ. സിനാപ്റ്റിക് നോബിലോട്ട് കൊണ്ടുവരുന്ന പാർട്ടാണ് ഏത്? നമ്മുടെ ആക്സോണൈറ്റ്. ഇനി ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്തെ പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ നമ്മളെ ആവേഗങ്ങൾ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ നിന്നും ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആക്സോണൈറ്റിൽ നിന്നും ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു സിനാപ്റ്റിക് നോബിൽ നിന്നും ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ രാസവസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡീയ പ്രേഷകങ്ങൾ. അപ്പം നാഡീയ പ്രേഷകങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ നാഡീയ പ്രേഷകം തൊട്ടടുത്ത നാഡീകോശത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്? നമുക്ക് ഒരു ആവേഗത്തിന്റെ സഞ്ചാരപാത എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ആദ്യം പുതിയ ഒരു ന്യൂറോണിലേക്ക് ആരാ സ്വീകരിക്കുന്നത്? ഡെൻഡ്രൈറ്റ് സ്വീകരിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലെത്തുന്നു. പിന്നെ കോശശരീരത്തിലെത്തുന്നു. കോശശരീരത്തിലൂടെ എവിടെ എത്തുന്നു? കോശശരീരത്തിൽ നിന്നും ആക്സോണിലെത്തുന്നു. ആക്സോണൈറ്റിലെത്തുന്നു. അവിടെ നിന്നും സിനാപ്റ്റിക് നോബിലെത്തുന്നു. സിനാപ്റ്റിക് നോബിൽ വെച്ച് നമ്മുടെ നാഡീയ പ്രേഷകം ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെ. ഇത്രയുമാണ് ഒരു ന്യൂറോണിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു നാഡീകോശങ്ങളിലൂടെയുള്ള ഒരു നാഡീകോശത്തിലൂടെയുള്ള ആവേഗത്തിന്റെ സഞ്ചാര പാത എന്ന് പറഞ്ഞാൽ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്താണ് ഉദ്ദീപനം. എന്തായിരുന്നു ഉദ്ദീപനം? ജീവികളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന പ്രേരണയെയാണ് നമ്മൾ ഉദ്ദീപനം എന്ന് വിളിക്കുന്നത്. രണ്ട് വിധത്തിലുള്ള ഉദ്ദീപനം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ബാഹ്യ ഉദ്ദീപനം, അതേപോലെ ആന്തര ഉദ്ദീപനം. രണ്ടിനും ഉദാഹരണവും നമുക്കറിയാം. ബാഹ്യ ഉദ്ദീപനമാണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞത്? നമ്മുടെ സ്പർശം, രുചി, ഇതെല്ലാം എന്താണ്? ബാഹ്യ ഉദ്ദീപനമാണ്. ആന്തര ഉദ്ദീപനത്തിൽ വരുന്നതാണ് വിശപ്പ്, ദാഹം തുടങ്ങിയവയൊക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്രാഹി എന്താണെന്നായിരുന്നു അല്ലെ. ഉദ്ദീപനത്തെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ള കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഹികൾ. ഈ ഗ്രാഹികൾ ഉദ്ദീപനത്തെ സ്വീകരിച്ച് സന്ദേശങ്ങളാക്കി മാറ്റി തലച്ചോറിൽ എത്തിക്കുന്ന സമയത്താണ് തലച്ചോറിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളിൽ വിവിധ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നത്. പിന്നെ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു, ഇത്തരം കാര്യങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആരാണ്? നാഡീ വ്യവസ്ഥയാണ്. നാഡീ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നാഡീകോശം. നാഡീകോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ പഠിച്ചു. അതേപോലെ ഓരോ ഭാഗത്തിന്റെയും ധർമ്മവും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം: ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന സൂചനകൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം, നാഡീകോശത്തിന്റെ ചിത്രം, നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് മാറ്റി വരയ്ക്കാം. അത് കോപ്പി ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പം ആദ്യത്തെ ചോദ്യം നോക്കാം. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം. രണ്ടാമത്തെ ചോദ്യം: ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗം. മൂന്നാമത്തെ ചോദ്യം: നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്ന ഭാഗം. അപ്പം ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം അല്ലെ. ഏത് ഭാഗമാണ് ആവേഗങ്ങളെ സ്വീകരിക്കുക? ഡെൻഡ്രൈറ്റ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗം എവിടെയാണ്? ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ആക്സോണുകളാണ് അല്ലെ.
മൂന്നാമത്തെ ചോദ്യം, നാഡീയ പ്രേഷകം സ്രവിപ്പിക്കുന്ന ഭാഗം. നാഡീയ പ്രേഷകം സ്രവിക്കുക എവിടെ വെച്ചിട്ടാണ് നാഡീയ പ്രേഷകം സ്രവിക്കുന്നത്? സിനാപ്റ്റിക് നോബിലാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവിടെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച എല്ലാ ഭാഗത്തു നിന്നും വരാം അല്ലെ. നമ്മൾ അവിടെ കുറെ ആ ഒരു നാഡീകോശത്തിന്റെ വിവിധ ഭാഗങ്ങൾ പറഞ്ഞു. ആ ഭാഗങ്ങൾ എവിടെ നിന്നും നമുക്ക് ഈ ഒരു ഇതേ രീതിയിൽ നമുക്ക് ചോദ്യം വരാം. അതുകൊണ്ട് അതിലെ എല്ലാ ഭാഗവും അതുപോലെ തന്നെ അതിന്റെ ഓരോ ഭാഗത്തിന്റെയും ധർമ്മവും നമ്മൾ എന്ത് ചെയ്യണം? ബൈഹാർട്ടാക്കി വെക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സ്വഭാവം എഴുതുക അല്ലെ. അതിന് ഏതാണ് ഒറ്റപ്പെട്ടതെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനുശേഷം മറ്റുള്ളവരുടെ പൊതു സ്വഭാവം എഴുതുക. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്പർശം, ശബ്ദം, ഗന്ധം, ദാഹം അല്ലെ. അതിൽ നമുക്ക് അറിയാം ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ദാഹമാണ്. എന്തുകൊണ്ടാണ് ഒറ്റപ്പെടാൻ കാരണം? ബാക്കിയുള്ളവയെല്ലാം ബാഹ്യ ഉദ്ദീപനങ്ങളാണ് അല്ലെ, പുറത്തുനിന്ന് വരുന്ന ഉദ്ദീപനങ്ങളാണ്. ദാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആന്തര ഉദ്ദീപനമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുനിന്നും സാധാരണയായി ചോദിക്കാറുള്ളത്, ഏറ്റവും കൂടുതലായി ചോദിക്കാറുള്ളത്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്ത നാഡീകോശത്തിന്റെ ഘടന വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അതിൽ ഏതൊരു പാർട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് എല്ലാ പാർട്ടും നന്നായിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ ഓരോ ഭാഗത്തിന്റെയും ധർമ്മവും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.